പ്രിയപ്പെട്ട പ്രേക്ഷകർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയങ്ങളിൽ തളർന്ന വിപണി രാജ്യാന്തര വിപണികളിലെ ചാഞ്ചാട്ടം ഇന്ത്യൻ വിപണികളെ ബാധിക്കുകയാണ്. സെൻസെക്സ് 780 പോയിന്റിലേറെ ഇടിഞ്ഞു. ദേശീയ ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. ക്രിസ്റ്റീന ചെറിയാൻ ഫിനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ക്രിസ്റ്റീന, ഈ രീതിയിൽ കയറിയ പാടെ മെക്സിക്കോയോട് പേടിപ്പിക്കുന്നു, മറ്റേ കാനഡയെ പേടിപ്പിക്കുന്നു, മൊത്തത്തിൽ പേടിപ്പിക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ ലോകത്തെ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞതാണ് ഈ പോക്ക് ശരിയായ പോക്കല്ലെന്ന് പറഞ്ഞതാണ്. ഏതാണ് അങ്ങനെ തന്നെ കാര്യങ്ങൾ വരുന്നു അല്ലേ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. 100% ശരിയാണ് ഹാഷ്മി. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ലോകമെന്താ, വെള്ളരിക്കാ പട്ടണമാണ്, ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആളില്ലേ എന്ന് പലതവണ ചോദിക്കാൻ തുടങ്ങിയതാണ് ജനുവരി 20 മുതൽ. അന്നാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേൽക്കുകയും ആ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 100ലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തത്. അതിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ നികുതികൾ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% ഇറക്കുമതി തീരുവ, ചൈനയ്ക്ക് 10% അധിക നികുതി, ഇന്ത്യക്ക് ബദൽ ചുങ്കം. ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിക്ഷേപകർ ലോകമാകെ ആശങ്കയിലാകുകയാണ്. അതായത് നമ്മൾ ഈ ഒന്ന് ചീഞ്ഞു മറ്റൊന്നിന് വളമാവുക എന്ന് പറയുന്നത് പോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള വൈൻ, അമേരിക്കയിൽ നിന്നുള്ള മദ്യം, അമേരിക്കയിൽ നിന്നുള്ള കാറുകൾ, അമേരിക്കയിൽ നിന്നുള്ള ഇരുചക്ര വാഹനങ്ങൾ, അതൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ നികുതി കുറച്ച് നമ്മുടെ ഉൽപ്പാദകരുടെ ചെലവിൽ അമേരിക്കയെ നന്നാക്കുക, അമേരിക്കയെ മഹത്തരമാക്കുക. അതേസമയം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സാധനങ്ങൾ വളരെ വിലക്കുറവിൽ വിറ്റ് അമേരിക്കക്കാരെ സമ്പന്നരാക്കുക. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ചെലവിൽ അമേരിക്കയെ മഹത്തരമാക്കുക എന്ന പോളിസിയിലൂടെ ട്രംപ് കടന്നു പോകുമ്പോഴാണ് വിപണിയിൽ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ആ വ്യാപാര യുദ്ധത്തിന്റെ ബാക്കി പത്രമായിട്ടുള്ള ചോരപ്പുഴയാണ് ഇന്ന് ഇന്ത്യൻ വിപണികളിൽ നമ്മൾ കണ്ടത്. സെൻസെക്സ് 1000-ലേറെ പോയിന്റ് താഴ്ന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 855 പോയിന്റ് താഴ്ന്ന് 73,761 എന്ന നിലയിലാണ് ബോംബെ ഓഹരി വിപണി. ഇനി നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കാര്യങ്ങൾ കുഴപ്പത്തിലാണ്. 308 പോയിന്റ് താഴ്ന്ന് 22,236 എന്ന നിലയിലാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലകളും, ബാങ്ക്, ഫൈനാൻഷ്യൽ സെക്ടർ അടക്കമുള്ള എല്ലാ മേഖലകളും വളരെ നഷ്ടത്തിലാണ് ഇന്ന് എന്താ പറയുന്നത് വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഈ ട്രംപിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഒന്നിനും ഒരു നിശ്ചയവും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഓരോ നയങ്ങളും ട്രംപ് എടുക്കുന്നത്. ഇത് ലോക സാമ്പത്തിക മേഖലയിൽ ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, ഏതൊക്കെ തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്നും പ്രവചിക്കാനാവില്ല ഹാഷ്മി. ആന കരിമ്പും കാട്ടി കയറിയ മട്ടാണ് എന്ന് തന്നെ ചില ആൾക്കാരെ പറഞ്ഞതാണ്. ഏതാണ്ട് അതേ അവസ്ഥയിൽ പോകുന്നു. ട്രംപിന്റെ ആ നികുതി നയങ്ങൾ ലോകത്തിന്റെ നികുതി ഘടനയെ കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ കാര്യമായി തന്നെ ബാധിക്കുകയാണ്.